സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ഇങ്ങനത്തെ ഒരു ദിവസം എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിന്ന് വരില്ല എന്നല്ല, ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ഇന്ന് എൻ്റെ ടീനേജ് ലൈഫിലെ ഏറ്റവും ലാസ്റ്റത്തെ ദിവസമാണ്. നാളെ എനിക്ക് 20 ആവാൻ പോവാണ്. സോ ഞാൻ ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് ചെയ്യണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ബർത്ത്ഡേനെക്കാട്ടിലും ഇന്നത്തെ ഒരു ദിവസം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണം എന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ടീനേജ് എന്ന് പറയുന്ന സമയത്ത് കുറേ സംഭവങ്ങൾ നടന്നു. ആൻഡ് അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഞാൻ ഒറ്റയ്ക്ക് ഒരു കൺട്രിയിൽ താമസിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. താങ്ക്സ് ടു മൈ പാരൻസ്. പപ്പേൻ്റെ ഇൻവെസ്റ്റും അമ്മേൻ്റെ സപ്പോർട്ടും ഇല്ലാണ്ട് ഞാനിന്ന് ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആക്ച്വലി അബ്രോഡ് പഠിക്കുക എന്നുള്ളതൊക്കെ. പക്ഷേ അത് ഈ ഒരു ലൈഫിൽ ഐ മീൻ ഈ ഒരു ചെറിയ ഏജിൽ തന്നെ അതൊക്കെ നടക്കും എന്നുള്ളതൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഐ ആം സോ താങ്ക്ഫുൾ ഫോർ ദം. ഇങ്ങോട്ട് വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുറേ കാര്യത്തിൽ ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നാട്ടിൽ ഇത്രയും കാലം നാട്ടിലുണ്ടായിട്ട് കിട്ടാത്ത കുറേ പാഠങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും വാല്യൂ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഈ ഒരു ഏജിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അതിന് ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്. ഞാൻ ഇത്രയും കാലമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലോ എന്നാട്ടോ ഞാൻ വിചാരിച്ചത്. അതിനെനിക്ക് ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഐസ് സ്കേറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ ഐസ് സ്കേറ്റിംഗ് ചെയ്തിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് ഞാൻ ആലോചിച്ചു. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാതെ നിന്നത്. ആ ഷൂ കാലിലിട്ടത് തൊട്ട് അത് ഊരണത് വരെ എൻ്റെ മനസ്സിൽ ഞാൻ അത് വന്ന് വീഴോ എന്നുള്ളതായിരുന്നു കേട്ടോ. ബിക്കോസ് അത് വന്ന് വീണാൽ വലിയ രസം ഉണ്ടാവില്ല എനിക്കറിയാം. ഞാൻ ഓൾറെഡി വീണിട്ടുണ്ട്. ഐസ് സ്കേറ്റിംഗ് ചെയ്തിട്ടല്ല കേട്ടോ. ഞാൻ ആദ്യമൊക്കെ റോളർ സ്കേറ്റിംഗ് ചെയ്യുന്നു. അത് വന്ന് വീണിട്ട് പിന്നെ ഞാൻ സ്കേറ്റിംഗ് എന്നുള്ള ഭാഗത്തേക്കേ പോയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാനിപ്പോൾ ആ ഷൂ ഇടുന്ന സമയത്ത് ഓരോ മൊമെൻറ്റിലും ഞാൻ വീഴോ എന്ന് ടെൻഷൻ അടിച്ചിട്ടാട്ടോ ഞാൻ ഓരോ സ്റ്റെപ്പും മുന്നോട്ട്. സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് പഠിക്കാൻ പറ്റിയെങ്കിൽ എന്ന് ഞാനൊന്ന് ആലോചിച്ച് പോയി. സ്കേറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് നടന്നു കേട്ടോ. അതുകൂടെയൊക്കെ ഒന്ന് നടന്നു. പിന്നെ ഒരു വേഫേഴ്സും കഴിച്ച് റൂമിലേക്ക് പോയി. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ഒരു ചെറിയ വീഡിയോ ആണ്.